പുതുതലമുറകളിൽ മിക്കവരും മയക്കുമരുന്നിന് അടിമകളാണെന്നും എറണാകുളത്ത് കഴിഞ്ഞ കാലങ്ങളെക്കാൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം നഗരത്തിലെ ജനങ്ങളിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ കൂടി വരുന്നത് തെളിവാണെന്നും പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ഫിലിപ്പ് ജോൺ പറഞ്ഞു. ഹാപ്പിനെസ് കൊച്ചി, കെയറിംഗ് ഫോർ ദി വെൽനെസ് ഓഫ് ഓൾ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാഗ് ലൈനാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടന വേളയിൽ സംബന്ധിക്കാനും ഇത് ഉദ്ഘാടനം നിർവഹിക്കാനും എനിക്ക് അവസരം തന്നതിൽ കൊച്ചി കോർപ്പറേഷനോടും ആരാധനയുടെ മേയറോടും എനിക്കുള്ള അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. എനിക്കിന്നൊരു ചെറിയ ഡിഫിക്കൽറ്റി ഉള്ളതാണ്. ഇനി ഞാൻ ഡയബറ്റിക്കാണ്. ഇന്നലെ രാത്രി എനിക്ക് ഷുഗർ താഴെ പോയി, എൻ്റെ സോഡിയം താഴെ പോയി. കുറച്ച് നിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അത്രയധികം സംസാരിക്കാൻ ഉദ്ദേശിച്ചില്ല. ഓൾത്തോ ഡോക്ടർ രാജൻ എന്നോട് പറഞ്ഞൊരു 10 മിനിറ്റ് 15 മിനിറ്റ് സംസാരിച്ച് മതിയാവുമെന്ന്. നേരത്തെ മേയർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ സ്ട്രെസ്സിനകത്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടമല്ല. നമ്മുടെ ഇടയിൽ പെട്ടെന്നുണ്ടായ ആധുനികതയുടെ വലിയൊരു ഇരയായിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൻ്റെ ആരോഗ്യം. മാനസാരോഗ്യം എന്ന വലിയൊരു പ്രശ്നമാണ്. ഞാൻ എറണാകുളത്ത് പ്രാക്ടീസിന് വരുമ്പോൾ ഇവിടെ 4 സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. ഇന്നിപ്പോൾ 110 പേരുണ്ട്. ആലോചിച്ച് നോക്കണം. അവരെല്ലാം നന്നായിട്ട് എവരിബഡി ഈസ് ഹാവിങ് ഗുഡ് പ്രാക്ടീസ്. കാരണം അത്രമാത്രം ആവശ്യകതയുണ്ട്. നഗരം വളർന്നു എന്നുള്ള മാത്രമല്ല, നഗരത്തിൻ്റെ പ്രശ്നങ്ങളും വളർന്നു, നഗരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ വളർന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മേയർ പറഞ്ഞത് വളരെ ആധികാരികമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മാനസികാരോഗ്യം ഇന്ന് കാണുന്ന സമൂഹത്തിൻ്റെ ദ്രുതഗതിയിലുള്ള ഈ പരിവർത്തനം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റാണ്ട് വരുന്നുണ്ടാകും. ഈ പരിവർത്തനം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയാൽ നമുക്കിതൊക്കെ സ്ട്രെസ് ആകണമെന്നില്ല. അത് വേറൊരു വശമാണ്. അതുകൊണ്ടാണ് അരിസ്റ്റോട്ടലിൻ്റെ കാര്യം പറഞ്ഞത്. അദ്ദേഹം ഈ സ്ട്രെസ്സെല്ലാം ഉൾക്കൊള്ളുന്ന കൗൺസിലിനേഴ്സ് കൂടുതൽ ഉൾക്കൊള്ളുന്ന ആളായിരിക്കാം അദ്ദേഹം. പക്ഷെ അതിനെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം. ഈ പരിവർത്തനം ഉൾക്കൊള്ളാൻ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഈ ചേഞ്ചസിന് ഈ പരിവർത്തനം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റാതെ വരുന്നു. അത് നിവൃത്തിയില്ലാതെ വരുന്നു. അതുകൊണ്ടാണ് ഈ സ്ട്രെസ് നമുക്ക് പ്രശ്നങ്ങളാകുന്നത്. ആങ്സൈറ്റിയും ഡിപ്രഷനും മാത്രമല്ല ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ. സമൂഹത്തിൽ ഇന്ന് കാണുന്ന എത്രയോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആത്മഹത്യാ പ്രവണത. 11 ഡോക്ടേഴ്സാണ് ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തത്. ലഹരിയുടെ വ്യാപനം. ഞാൻ ഒരു 10 ദിവസം മുമ്പ് കണ്ട ഒരു കുട്ടിയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ളവൻ. അവന് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു. അവൻ്റെ അമ്മയ്ക്ക് ഡ്രഗ് കൊണ്ടേ കൊടുത്തു. അമ്മയ്ക്ക് ടെൻഷൻ മാറാൻ ചേട്ടൻ പറഞ്ഞ മരുന്നാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഈ ചേഞ്ചസ്. എന്നും എപ്പോഴും മാനസിക സമ്മർദ്ദം ഏറെയുള്ളവർ കൗൺസിലർമാരാണെന്ന് മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ അധിഷ്ഠ പ്രസംഗത്തിൽ പറഞ്ഞു. ബന്ധപ്പെട്ട ശ്രീ വി.എ. ശ്രീജിത്ത് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. 2 വാചകങ്ങൾ മാത്രം. ഒന്ന്, ഒരു നഗരത്തിൽ ഇവിടെ ശ്രീജിത്ത് തുടങ്ങി വെച്ചു. ഒരു നഗരത്തിൻ്റെ ഭരണമെന്ന് പറയുന്നത് ഈ കാനമണിയും റോഡ് പണിയും പിന്നെ കൊതുകിനെ പിടിക്കൽ മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അങ്ങനെയല്ല എന്ന് ഈ കൗൺസിൽ തെളിയിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള കൗൺസിലുകളും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ കൗൺസിൽ അത് ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പക്ഷം. ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ പദ്ധതികളിലും കൊച്ചി നഗരസഭ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും, ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഹാപ്പിനെസ് കൊച്ചിയാണ്. കാരണം നിങ്ങൾ റോഡുണ്ടാക്കി, നിങ്ങൾ ലൈറ്റ് ഇട്ടു, നിങ്ങൾ അത് ചെയ്തു, നിങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്തിട്ട് സന്തോഷമില്ലാത്തൊരു ജനതയാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ പിന്നെ നമ്മളിതെല്ലാം ചെയ്തിട്ട് എന്താ കാര്യം ഇരിക്കണത്? അത് പലപ്പോഴും നമ്മൾ ജനപ്രതിനിധികൾ തിരിച്ചറിയാത്ത ഒരു കാര്യമാണത്. മനുഷ്യന് ഒരു നാട്ടിൽ ജീവിക്കാൻ സന്തോഷമില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഞാൻ പറയാം, ഇപ്പം നമ്മൾ 20 രൂപയുടെ ഊണ് കൊടുക്കുന്ന സമൃദ്ധി ഷീ ലോഡ്ജ്
നമ്മുടെ ഈ നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ പദ്ധതികൾ, സ്മാർട്ട് സിറ്റിയുടെ പദ്ധതികൾ, മാസ്റ്റർ പ്ലാൻ, സ്ട്രീറ്റ് വെൻഡിങ്, ഞാനിങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജി സ്മാരകം, ഓപ്പൺ സ്പേസസ്, ആർട്ട് സ്പേസ് കൊച്ചി, ഇതെല്ലാം ചെയ്യുന്നത്, ഏജ് ഫ്രണ്ട്ലി സിറ്റി, ഇതെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഒരു പാട്ടാണ് ഡിമെൻഷ്യ, അതുകൊണ്ടാണ് ഞാനത് വേറെ പറയാതിരുന്നത്. ഡിസൈൻ, സിറ്റി ഓഫ് ഡിസൈൻ, ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് നഗരത്തെ കൂടുതൽ ജനങ്ങൾക്ക് സന്തോഷകരമാക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. 2, ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ പ്രയാസമാണ്. ഇത് ഡോക്ടർ ഫിലിപ്പ് ജോണിൻ്റെയും വാക്കാണ്, എല്ലാ സൈക്കാട്രിസ്റ്റുകളുടെയും വാക്കാണ്. മാനസിക ആരോഗ്യ പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ധരിക്കുന്നത് നമ്മളെല്ലാം ഭയങ്കര മാനസിക ആരോഗ്യമുള്ള ആളുകളും മറ്റുള്ളവർക്കൊക്കെ യാതൊരു എന്തോ പ്രശ്നമുള്ളവരും ആണ് എന്നാണ്. തെറ്റായ കാര്യമാണത്. ഡോക്ടർ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ നഗരത്തിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ഞാനിന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു എല്ലാ കൗൺസിലർമാരും വരണമെന്ന്. നല്ല നമ്പർ കൗൺസിലർമാർ ഇവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം ഏൽക്കേണ്ടി വരുന്ന ആളുകൾ കൗൺസിലർമാരാണ്. ഇവിടെ ഡോക്ടർ കൂടാതെ, ഡോക്ടറെ ഞാൻ ശ്രദ്ധിക്കുന്നത് കൂടുതൽ, നേരത്തെ അറിയാമെങ്കിലും ഡോക്ടർ ആ ഇന്റർവ്യൂ ആണ്, ഞാൻ ഡോക്ടർ തന്നെ അയച്ചു തന്നു. ഞാൻ അതിനു മുമ്പേ യൂട്യൂബിൽ കണ്ടതാണ്. അതിൽ ഡോക്ടർ പറയുന്ന ഏറ്റവും വലിയ, ഡോക്ടർ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഈ പദ്ധതി ഉപകാരപ്പെടുമെന്ന് വിദ്യാഭ്യാസ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് പറഞ്ഞു. അങ്ങനെ എല്ലാ തലത്തിലുമുള്ള തലമുറകൾക്കിടയിൽ എങ്ങനെയാണ് മാനസിക ആരോഗ്യം കൊണ്ടുവരികയും അതുവഴി ഒരു ഹാപ്പിനെസ് സിറ്റി രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ ഞാൻ പോകുന്നില്ല. ഇതിൻ്റെ തുടർച്ചയിൽ എൻ്റെ പ്രൊജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഈ പദ്ധതി കൊണ്ട് ഓരോ ഘട്ടത്തിലും വിദ്യാലയങ്ങളിൽ, കോളേജുകളിൽ ഒക്കെ. ഡെപ്യൂട്ടി മേയർ KNസിയ, ജോസഫ് അന്നക്കുട്ടി ജോസ്, ഡോക്ടർ അഖില വിനോദ്, കൗൺസിലർമാരായ PR റനീഷ്, ഷീബാലാൽ, സുനിത ഡിക്സൺ, TK അഷറഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.